വരട്ടെ. ഞങ്ങളൊരു പ്രത്യേക സാഹചര്യത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കി അന്ന് കേരളത്തിൽ പഞ്ചായത്ത് ഇലക്ഷനൊക്കെ മത്സരിച്ചപ്പോൾ പരസ്യമായി തന്ന സലീം കുമാറിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ കണ്ടു. ഞാൻ കെ കരുണാകരൻ്റെയും കെ മുരളീധരൻ്റെയും പാർട്ടിയിലാണ് എന്ന് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഞാൻ പത്രങ്ങളിൽ കൂടെ വായിച്ചു. അദ്ദേഹത്തിന് മികച്ച നടനുള്ള അവാർഡ് കിട്ടിയപ്പോൾ ഞാൻ ഫോണിൽ വിളിച്ചപ്പോൾ അദ്ദേഹം തിരിച്ചു പറഞ്ഞൊരു രംഗം ഞാനിപ്പോൾ ഓർക്കുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞു, നമ്മൾ രക്ഷപ്പെട്ടില്ലേ മുരളിയേട്ടാന്ന് ചോദിച്ചിട്ട് അദ്ദേഹം പറഞ്ഞ രംഗം ഞാൻ ഓർക്കുകയാണ്. അപ്പോൾ അത്രയേറെ ഒരു പാർട്ടി പ്രവർത്തകൻ എന്നുള്ള നിലയിലും എൻ്റെ പിതാവിനെയൊക്കെ ആരാധിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിലും എൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ പോലും പങ്കാളിയായ ഒരു വ്യക്തി എന്നുള്ള നിലയിലും ഇതെല്ലാം ഉപരിയായി നല്ലപോലെ അഭിനയിക്കാൻ കഴിവുള്ള ഒരു നടൻ എന്നുള്ള നിലയിലും എനിക്ക് അദ്ദേഹത്തിനോട് സ്നേഹവും ബഹുമാനവും ഒക്കെയുണ്ട്. രാഷ്ട്രീയപ്പോഴില്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. അതിലൊന്നും മാറ്റമില്ലല്ലോ. ഇല്ല. സലിമിൻ്റെ അടുത്ത പ്രോജക്റ്റ് എന്നുള്ളത് ഒരു സംവിധാനമായിരിക്കണം. അപ്പോൾ ഒരു നിർമ്മാണത്തിലേക്ക് പ്രവേശിച്ചു, ഇനി സംവിധാനത്തിലേക്ക് പ്രവേശിക്കുമെന്നാണ് ഒരുപക്ഷെ സലിം തന്നെ സൂചിപ്പിച്ച കാര്യം. ഒരുപാട് സംവിധായകന്മാരുടെ ചങ്കെടുപ്പ് കൂട്ടുന്ന ഒരു തീരുമാനമായിരിക്കും അത്. ഒരിക്കലും ഇല്ല. നമ്മൾ സൈഡിൽ കൂടി പോകുന്ന ഒരു ഓട്ടോറിക്ഷ അത്രേ ഉള്ളൂ. എന്തിനാ ഓട്ടോറിക്ഷ? ബെൻസ് ഓടിച്ചു പോകും. അല്ല, ഓട്ടോറിക്ഷയൊക്കെ അഭ്യാസം കാണിച്ചാൽ ആളുകൾ ഞെട്ടുള്ളൂ. പ്രേക്ഷക ലക്ഷങ്ങളെ തൻ്റെ അഭിനയത്തിലൂടെ അമ്മാനമാടുന്നത് പോലെ തൻ്റെ സംവിധാന മിഴിവിലും മികവിലും അമ്മാനമാടട്ടെ എന്ന് ഞാൻ ആശംസിക്കട്ടെ. തീർച്ചയായിട്ടും ഇനിയും സലിമിന് ഒരുപാട് കാതങ്ങൾ മുമ്പോട്ട് പോകാനുണ്ട്. 3 വർഷം കൊണ്ട് അഭിനയം നിർത്തണമെന്നുള്ള ആ തീരുമാനം ആദ്യം തന്നെ പിൻവലിക്കട്ടെ എന്നുകൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് താങ്കളുടെ നാട്ടുകാർക്ക് വേണ്ടിയാണ് അഭ്യർത്ഥിക്കുന്നത്. ഇത്രയും നേരം ഞങ്ങളുമായിട്ട് പങ്കുവച്ച സലിമിന് എല്ലാവരുടെയും പേരിൽ നന്ദി പറയുന്നു. നന്ദി, നമസ്കാരം.